നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 15/12/2023 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് LGS ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 535/2023 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ്, വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് LGS. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസായാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമായി വരുന്നത് തിരുവനന്തപുരം ആൻറ്റിസെപ്റ്ററി വേക്കൻസി, രണ്ടാമതായി വരുന്നത് കൊല്ലം ആൻറ്റിസെപ്റ്ററി വേക്കൻസി, മൂന്നാമതായി വരുന്നത് പത്തനംതിട്ട ആൻറ്റിസെപ്റ്ററി വേക്കൻസി, നാലാമതായി വരുന്നത് ആലപ്പുഴ ആൻറ്റിസെപ്റ്ററി വേക്കൻസി, അഞ്ചാമതായി വരുന്നത് കോട്ടയം ആൻറ്റിസെപ്റ്ററി വേക്കൻസി, ആറാമതായി വരുന്നത് ഇടുക്കി ആൻറ്റിസെപ്റ്ററി വേക്കൻസി, അടുത്തത് എറണാകുളം ആൻറ്റിസെപ്റ്ററി വേക്കൻസി, തൃശ്ശൂർ ആൻറ്റിസെപ്റ്ററി വേക്കൻസി, പാലക്കാട് ആൻറ്റിസെപ്റ്ററി വേക്കൻസി, മലപ്പുറം ആൻറ്റിസെപ്റ്ററി വേക്കൻസി, കോഴിക്കോട് ആൻറ്റിസെപ്റ്ററി വേക്കൻസി, വയനാട് ആൻറ്റിസെപ്റ്ററി വേക്കൻസി, കണ്ണൂർ ആൻറ്റിസെപ്റ്ററി വേക്കൻസി, കാസർഗോഡ് ആൻറ്റിസെപ്റ്ററി വേക്കൻസി. ടോട്ടൽ 14 ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ആൻറ്റിസെപ്റ്ററി വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അതേപോലെ അവർക്ക് അപ്ലിക്കേഷൻ അയക്കുന്നവർക്ക് ഗ്രാജുവേഷൻ ഉണ്ടാവാനും പാടുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കുകയും അതേപോലെ ഗ്രാജുവേഷൻ ഉണ്ടാവാനും പാടുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/1/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.